കളമശ്ശേരി കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ 2 പേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ആലപ്പുഴ സ്വദേശി ആദിത്യൻ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ആർ അഭിരാജ് എന്നിവരെയാണ് ജാമ്യത്തിൽ വിട്ടത്. SFI നേതാവും യൂണിയൻ ഭാരവാഹി കൂടിയാണ് അഭിരാജ്. അഭിരാജും ആദിത്യനും ഒരു മുറിയിലാണ് താമസിക്കുന്നത്. ഇവരിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. തന്റെ മുറിയിൽ നിന്നല്ല കഞ്ചാവ് പിടിച്ചെടുത്തതെന്നാണ് അഭിരാജ് പറയുന്നത്. ശനിയാഴ്ച SFI യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കെയായിരുന്നു. ഞങ്ങൾ അതിൻ്റെ കൊടിതോരണങ്ങൾ കെട്ടുന്ന തിരക്കിലായിരുന്നു. അതിനിടയിൽ ആരോ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചതാണെന്ന് കരുതുന്നുവെന്ന് അഭിരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. അറസ്റ്റിലായ കൊല്ലം സ്വദേശി M ആകാശിന്റെ കയ്യിൽ നിന്ന് 1.5 കിലോയോളം കഞ്ചാവ് പിടികൂടിയിരുന്നു. ആകാശിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. സാധാരണ പോലീസ് കോളേജുകളിൽ ഇത്തരത്തിൽ പരിശോധന നടത്താറില്ലെന്നും, എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് ഇവിടത്തെ പൂർവ്വ വിദ്യാർത്ഥിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന കാര്യം മനസ്സിലായത്. തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കേസിൽ 2 FIR ആണ് ഇട്ടിരിക്കുന്നത്. SFI നേതാവ് അടക്കമുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്ത 9 ഗ്രാമിൻ്റേത് ഒരു FIR-ഉം ആകാശിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് മറ്റൊരു FIR-ഉമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒറ്റ FIR ആയിട്ടാണ് ഇട്ടിരുന്നതെങ്കിൽ 3 പേർക്ക് ജാമ്യം ലഭിക്കില്ലായിരുന്നു. SFI നേതാവിനെ സംരക്ഷിക്കാനാണ് ഇത്തരമൊരു നീക്കമെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. കോളേജിൽ കഞ്ചാവ് ആവശ്യമുള്ളവരിൽ നിന്ന് വ്യാപകമായി പണപ്പിരിവ് നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ പണം ഉപയോഗിച്ചാണ് കഞ്ചാവ് വാങ്ങിയതെന്നാണ് വിവരം. എല്ലാവരും അവസാന വർഷ വിദ്യാർത്ഥികളാണ്. ഇവരെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കോളേജ് അധികൃതർ കടന്നേക്കും. അതേസമയം ഇതുവരെ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടേയില്ല എന്ന് SFI നേതാവും കളമശ്ശേരി കോളേജിലെ യൂണിയൻ ഭാരവാഹിയുമായ അഭിരാജ്. കേസിൽ അറസ്റ്റിലായ അഭിരാജിന് നേരത്തെ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പ്രതികരണം. പണം ഞങ്ങൾ തരും. പോലീസ് എന്റെ റൂം കാണിച്ചപ്പോൾ ഇത് നിന്റെ റൂമാണോ, നിന്റെ റൂമിൽ സാധനമുണ്ടല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കബോർഡിലും ഷർട്ടിലും പാൻറ്റിലും ഒന്നുമില്ല. ഞാൻ ഇതുവരെ ഇതൊന്നും ഉപയോഗിക്കാത്ത വ്യക്തിയാണ്. ഞാൻ 3 വർഷമായി ഈ കോളേജിൽ പഠിക്കുന്നു. എല്ലാ ടീച്ചർമാരുടെ അടുത്തും വിദ്യാർത്ഥികളുടെ അടുത്തുമൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് അഭിരാജ് പ്രതികരിക്കുന്നുണ്ട്. അതേസമയം അഭിരാജിന് ജാമ്യം നൽകിയതിൽ കോളേജിൽ പ്രതിഷേധവുമുണ്ട്.